തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കുമെന്ന പ്രതീക്ഷയിൽ ഇറാൻ കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ട്. അതിശക്തമായ തിരിച്ചടി നൽകാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്ന് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന സുരക്ഷാ പ്രതിരോധ വിദഗ്ധനായ പെർസിൻ നാദിമി പറഞ്ഞു. നിലവിലെ ഇറാന്റെ സന്നദ്ധത വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇത്തവണ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇസ്രായേലും യുഎസും സംയുക്തമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രകാരം 3 മാസത്തിനുള്ളിൽ ആക്രമണമുണ്ടാവുമെന്നാണ് പെർസിൻ നാദിമിയുടെ വിലയിരുത്തൽ. 2025 ജൂൺ 12-ന് ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണത്തിൽ ഇറാൻ ചില പാഠങ്ങൾ പഠിച്ചെന്ന് പെർസിൻ നാദിമി പറയുന്നു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലും യുഎസും ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ഇറാനുമായി ദീർഘകാല യുദ്ധത്തിന് നിൽക്കരുതെന്ന നിലപാടാണ് യുഎസിനുള്ളത്. ഇക്കാര്യം ഇസ്രായേലിനെയും അറിയിച്ചു. കഴിഞ്ഞ തവണ ഇറാന്റെ മിസൈലുകൾ വലിയ നാശനഷ്ടമുണ്ടാക്കിയതിനാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാതെ യുദ്ധത്തിന് പോവരുതെന്ന പാഠമാണ് ഇസ്രായേൽ പ്രധാനമായും പഠിച്ചത്. അതിനാൽ യുഎസിന്റെ താഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. 6 താഡ് സംവിധാനങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 എണ്ണം കൂടി അധികമായി സ്ഥാപിച്ചു. കൂടാതെ അവ പ്രവർത്തിപ്പിക്കാൻ യുഎസ് സൈനികരെയും എത്തിച്ചു. അതേസമയം അടുത്ത യുദ്ധത്തിൽ ഇസ്രായേലിന്റെ സൈനിക നേതൃത്വത്തെ ലക്ഷ്യമാക്കാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ഇറാനിയൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. അതോടെ തങ്ങളുടെ അതേ റാങ്കിങ്ങിലുള്ള ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കൽ ഇറാനി സൈനിക നേതൃത്വത്തിന്റെ ചുമതലയായി. ജൂൺ മാസത്തിൽ തങ്ങളെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇസ്രായേലി നേതാക്കളെ പ്രത്യേകം ലക്ഷ്യമാക്കാനും തീരുമാനമായി. കഴിഞ്ഞ ആക്രമണത്തിൽ പങ്കെടുത്ത ഇസ്രായേലി പൈലറ്റുമാരുടെ വ്യക്തിവിവരങ്ങളും വിലാസങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ചോർത്തിയെടുത്തു. അവരും പുതിയ യുദ്ധത്തിൽ ലക്ഷ്യമാവും. കൂടാതെ ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതിയുടെ ഭാഗമായ ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും വിവരങ്ങളും ചോർത്തി അവയെല്ലാം പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 10 ലക്ഷത്തിലധികം പേജുകളിലുള്ള വിവരങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ ഇറാൻ പരസ്യപ്പെടുത്തിയിട്ടുള്ളൂ. സൈനികപരവും തന്ത്രപരവുമായ രഹസ്യ വിവരങ്ങൾ ഭാവി നടപടികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.